സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുൻപ് ഗർഭിണികളായ ആദിവാസി സ്ത്രീകളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനാകില്ലെന്ന് ആദിവാസി ക്ഷേമ മന്ത്രി. ഇത് കേരള നിയമസഭയിൽ നമ്മൾ ഉത്തരവാദിത്തത്തോടെ തെരഞ്ഞെടുത്തയച്ച മന്ത്രി നടത്തിയ പ്രസ്താവനയാണ്. ഈ തമാശ കേട്ട് പൊട്ടിച്ചിരിച്ച എല്ലാ സാമാജികരോടുമായി പറയുന്നു, നിങ്ങളുടെ ഈ മനോഭാവത്തിന് ചികിത്സ വേണം. കടുത്ത പ്രയോഗങ്ങൾ കൊണ്ടുപോലും മാറ്റാൻ കഴിയാത്ത ഒരു രോഗം ബാധിച്ചിരിക്കുന്നുവെന്ന് സ്വയം തിരിച്ചറിയുക. ഈ മനുഷ്യവിരുദ്ധ തമാശയ്ക്കും അത് കേട്ടുയർന്ന പൊട്ടിച്ചിരിക്കും മാപ്പില്ല. നമ്മുടെ നിയമസഭയിൽ 19-ാം തീയതി ചോദ്യോത്തരവേളയിൽ മണ്ണാർക്കാട് എംഎൽഎ ആണ് ചോദ്യം ഉന്നയിച്ചത്. ഇതില് അങ്ങ് പറഞ്ഞു ഗർഭാവസ്ഥയുടെ 3 മാസം തൊട്ട് കുട്ടിക്ക് 6 മാസം പ്രായമാകുന്നത് വരെയുള്ള 18 മാസമാണ് 1000 രൂപ പ്രകാരം ഈ പണം കൊടുക്കുന്നത്. സർ, ഇതിന് പോരായ്മകളുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതൊന്ന് പുനഃസംവിധാനം ചെയ്തുകൂടെ? ഇതൊരു കുട്ടിക്ക് 1 വയസ്സാകുന്നത് വരെ എന്ന രീതിയിൽ 24 മാസത്തേക്ക് 2500 രൂപ പ്രകാരം ഈ സ്ത്രീയുടെ അമ്മയുടെ കയ്യിൽ ഈ പണം കിട്ടുന്ന ഒരവസ്ഥ ഉണ്ടാകണം സർ. അമ്മയുടെ കയ്യിൽ തന്നെ പണം കിട്ടണം. എങ്കിലേ അമ്മയും കുഞ്ഞും ഈ പണം ഉപയോഗപ്പെടുത്തുന്നുള്ളൂ. ഇത് ഗവൺമെന്റുകളുടെ കാലാവധി വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നില്ല. ഈ അടുത്ത കാലത്ത് 3 മാസത്തിനുള്ളിൽ 4 ശിശുമരണങ്ങൾ അട്ടപ്പാടിയിൽ ഉണ്ടായിട്ടുണ്ട് സർ. അത് അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അത് തുടരാതിരിക്കാൻ, അത് ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ സർക്കാരിന്റെ ഭാഗത്തുണ്ട്. ആദിവാസി ക്ഷേമ വകുപ്പ് മന്ത്രി AK ബാലൻ നൽകിയ ഉത്തരം ഇതായിരുന്നു. ഇതുവരെ ദീർഘമായിട്ടുള്ള ചോദ്യമാണ്. എല്ലാറ്റിനും മറുപടി ഞാൻ ഡിബേറ്റിന്റെ ചർച്ചയിൽ പറയാം. ബഹുമാനപ്പെട്ട മെമ്പർക്ക് തന്നെ അറിയാലോ, ആദിവാസി മേഖല ഉൾക്കൊള്ളുന്ന അട്ടപ്പാടിയാണല്ലോ മണ്ണാർക്കാട്. സാർ, ഇത് ഒരു രൂപത്തിലും ഈ ആദിവാസി മേഖലയിലെ കുട്ടികളുടെ ഇൻഫന്റ് ഡെത്ത് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് ആരോഗ്യവകുപ്പ് വളരെ ഫലപ്രദമായിട്ടാണ് ഇടപെടുന്നത്. നേരത്തെ ബഹുമാനപ്പെട്ട മെമ്പർ പറഞ്ഞ പ്രകാരം 4 മരണപ്പെട്ടിട്ടുണ്ട്. അത് പോഷകാഹാരത്തിന്റെ കുറവ് കൊണ്ട് മരണപ്പെട്ടതേ അല്ല. ഒന്ന് അബോർഷനാണ്. അബോർഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കാലഘട്ടത്തിലാണ് പ്രഗ്നന്റ് ആയത്, ഇപ്പോഴാണ് ഡെലിവറി ആയത്. അതിന് ഞാൻ ഉത്തരവാദിയാണ്. 2 വാൾവിന്റെ തകരാറാണ്. അതും ഗർഭിണിയായത് നിങ്ങളുടെ കാലഘട്ടത്തിലാണ്, ഇപ്പോഴാണ്. പ്രശ്നമില്ല. അദ്ദേഹത്തിന് പ്രശ്നമില്ല. അദ്ദേഹത്തിന് ഒരു എന്താണ് സാർ, ഇത് ഞാൻ സാർ അബോർഷൻ ഡെത്താണെന്നല്ലേ പറഞ്ഞുള്ളൂ. സാർ മറുപടിയിലെ ദ്വയാർത്ഥവും അശ്ലീലവും എന്നതിനേക്കാൾ സാമൂഹ്യ വിരുദ്ധതയാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടത്. നിയമസഭയുടെ സാംസ്കാരിക നിലവാരം ഇതിനു മുൻപും പലതവണ നമ്മളെ ഞെട്ടിപ്പിച്ചിട്ടുള്ളതാണ്. പക്ഷേ ആരെപ്പറ്റിയാണ് ബഹുമാനപ്പെട്ട മന്ത്രി 4 മരിച്ചിട്ടുണ്ട് എന്ന് താങ്കൾ പറഞ്ഞത്? അട്ടപ്പാടിയിലെ ആദിവാസി ഊരുകളിൽ പിറന്നു വീഴും മുൻപേ മരണപ്പെട്ടുപോയ കുഞ്ഞുങ്ങളെക്കുറിച്ച് 4 എന്ന് പറയാൻ എങ്ങനെയാണ് താങ്കൾക്ക് നാവ് പൊങ്ങിയത്? നാവ് പിഴച്ചതാണ് എന്ന് പോലും സമാധാനിക്കാൻ ഇടം നൽകാതെ പിന്നീട് നടത്തിയ തമാശ പ്രയോഗത്തിൽ താങ്കൾ ആക്ഷേപിച്ചത് ആരെയാണ്? ആദിവാസികളെക്കുറിച്ച് എങ്ങനെയും എന്തും പറയാം എന്ന് കരുതുന്ന സംസ്കാരമില്ലാത്ത മനുഷ്യരിലൊരാളായി സാംസ്കാരിക മന്ത്രി ചുരുങ്ങിപ്പോയതിന് ഏതു ന്യായീകരണത്തിന് പ്രതിരോധം തീർക്കാനാകും? 4 മരണപ്പെട്ടിട്ടുണ്ട്. അത് പക്ഷേ നിങ്ങളുടെ ഭരണകാലത്ത് ഗർഭിണിയായവരുടേതാണ്. ഇപ്പോൾ പ്രസവിച്ചു എന്നതിന് ഞാൻ ഉത്തരവാദിയല്ലെന്ന് ഒരു മന്ത്രി സഭയിൽ വിളിച്ചു പറയുക. അത് കേട്ട് കൈയടിച്ച് ആർത്തുചിരിക്കുക ഭരണപക്ഷം. അവർ ഇടതുപക്ഷവുമാണത്രേ. ആ കൂട്ടത്തിൽ ഇടതുപക്ഷം സഭയിലെത്തിച്ച 8 ബഹുമാന്യ വനിതകളും ഉണ്ടായിരുന്നു. ഈ വനിതാ സാമാജികരും മന്ത്രിയെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചോ എന്നറിയില്ല. പക്ഷേ ഒരു ശബ്ദം കൊണ്ടുപോലും ഈ മനുഷ്യവിരുദ്ധ സ്ത്രീവിരുദ്ധ തമാശയോട് പ്രതികരിക്കാനായില്ലെങ്കിൽ നിയമസഭയിലെ വനിതാക്ഷേമത്തിന്റെ മഹത്വമായി ഇനി തല ഉയർത്തി പിടിക്കരുത്. നിങ്ങൾ ആ ആദരം അർഹിക്കുന്നില്ല എന്ന് പറയാതെ വയ്യ.